السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ 2ാം ക്ലാസ് വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ഈ സെമസ്റ്ററിനുള്ള ക്ലാസ് ആരംഭിക്കാം. ഇന്ന് പറയാൻ പോകുന്നത് മുഅ്ജിസത്തും കറാമത്തും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. മുഅ്ജിസത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനോടനുബന്ധിച്ച് മുഅ്ജിസത്തിന്റെ ആവശ്യം എന്താണ് എന്നതൊക്കെ പറഞ്ഞു. അതും മാജിക് സിഹറും തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിഹർ ചെയ്യൽ ഹറാമാണ്. സിഹർ ചെയ്യൽ മാജിക് പ്രകടിപ്പിക്കലും അത് ചെയ്യലൊക്കെ ഹറാമാണ്. സബുൽ മുബിക്കാത്തിൽ പെട്ട കാര്യമാണ് സിഹർ എന്നത്. അത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ ഹറാമാണ്. അത് കുഫറിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് എന്തായാലും ഹറാമാണ്, കാഫിറാകും, മുർത്തദായി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി മുഅ്ജിസത്തും കറാമത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ കറാമത്ത് എന്നുള്ളത് ഔലിയാക്കൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് ഉണ്ടാകുന്നത് പോലെ ഔലിയാക്കളാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് നൽകുന്നതാണ് കറാമത്തുകൾ. നമ്മൾ ഒരുപാട് ഔലിയാക്കന്മാരുടെ കറാമത്തുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാണ് കറാമത്ത് എന്നതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അതും മുഅ്ജിസത്തും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. മൽ ഫർഖു ബൈനൽ മുഅ്ജിസത്തി വൽ കറാമത്തി. മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താകുന്നു? ജവാബ്: അൽ കറാമത്തു അംറുൻ ഖാരിഖുൻ ലിൽ ആദത്തി യൽഹറു അലാ യദിൽ വലിയ്യി ഫഹിയ ഗൈറു മഖ്റൂനത്തിൻ ബിദഅവൻ നുബുവ. അമ്മൽ മുഅ്ജിസത്തു ഫഇന്നഹാ തകൂൻ മഖ്റൂനതൻ ബിദഅവൻ നുബുവത്തി. അൽ കറാമത്തു, കറാമത്ത് എന്നത് അംറുൻ ഖാരിഖുൻ ലിൽ ആദത്തി, പതിവിനെ മുറിക്കുന്ന കാര്യമാകുന്നു. യൽഹറു, അത് വെളിവാകുന്നു, അലാ യദിൽ വലിയ്യി, വലിയിന്റെ കരങ്ങളിലൂടെ, കൈകളിലൂടെ വെളിവാകുന്നു. ഫഹിയ, അപ്പോൾ ആ കറാമത്ത് എന്നത് ഗൈറു മഖ്റൂനത്തിൻ, ബന്ധിക്കപ്പെടാത്തതാണ്, ബിദഅവൻ നുബുവത്തി, പ്രവാചകത്വ വാദം കൊണ്ട്, അല്ലെങ്കിൽ വാദത്തിനോട്. ഫഹിയ, അപ്പോൾ ആ കറാമത്ത് ഗൈറു മഖ്റൂനത്തിൻ, ബന്ധിക്കപ്പെടാത്തതാണ്, ബിദഅവൻ നുബുവത്തി, പ്രവാചകത്വ വാദത്തിനോട്. അപ്പോൾ പ്രവാചകത്വം, നുബുവത്ത് എന്ന വാദത്തിനോട് തീരെ ബന്ധമില്ലാത്തതാണ് ഇത് കറാമത്ത് എന്നുള്ളത്. കറാമത്ത് എന്നുള്ളത് നുബുവത്തുമായി ബന്ധമല്ല, മറിച്ചത് വിലായത്ത് അല്ലെങ്കിൽ വലിയുമായിട്ടാണ് ബന്ധം. വ്യത്യാസം കിട്ടിയേക്കും. നുബുവത്തുമായി ബന്ധപ്പെട്ടതുമാണ് മുഅ്ജിസത്ത്, അത് കറാമത്തല്ല. കറാമത്ത് വിലായത്തുമായിട്ട് അല്ലെങ്കിൽ വലിയുമായി ബന്ധപ്പെട്ടതാണ്. അമ്മൽ മുഅ്ജിസത്ത്, അപ്പോൾ മുഅ്ജിസത്ത് ഫൈനഹാ, തീർച്ചയായിട്ടും മുഅ്ജിസത്ത് തകൂനു, അതാകും, മഖ്റൂനത്തൻ, ബന്ധിക്കപ്പെട്ടതാകും, ബിദഅവൻ നുബുവത്തി, നുബുവത്തിന്റെ വാദത്തിനോട്, വാദം കൊണ്ട്. ഇനി ആരാണ് വലിയ? വൽ വലിയ്യു ഹുവൽ ആരിഫു ബില്ലാഹി. വിലായത്ത് അല്ലെങ്കിൽ കറാമത്തൊക്കെയുള്ള വലിയ ആരാണ് എന്നതാണ് അടുത്ത് പറയുന്നത്. വൽ വലിയ്യു ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാത്തി ഹസ്ബ മാ യുംകിനു അൽ മുവാദിബു അല ത്വആത്തി അൽ മുജ്തനിബു ലിൽ മആസി വസയ്യിആതി അൽ മുഅ്രിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാതി വശഹവാതി. വൽ വലിയ്യു, വലിയ എന്നാൽ അൽ ആരിഫ് ബില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് അറിയുന്നവനാണ്. വസിഫാത്തിഹി, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ കൊണ്ടും അറിയുന്നവനാണ്. ഹസ്ബ മാ യുംകിനു, സാധ്യമാകുന്നത് പോലെ, ഹസ്ബ മാ യുംകിനു, സാധ്യമാകുന്നത് പോലെ. അൽ മുവാദിബു അല ത്വആത്തി, ത്വആത്തുകളുടെ മേൽ പതിവാക്കുന്നവനാണ്. അതായത് അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞ ത്വആത്തിന്റെ കാര്യങ്ങളൊക്കെ പതിവായി ചെയ്യുന്ന ആളാണ്. നിസ്കാരങ്ങൾ, 5 വക്ത് നിസ്കാരങ്ങൾ, ഫർളുകളും സുന്നത്തുകളും ഫളായിലുകളൊക്കെ നന്നായിട്ട് അതിനെ പതിവാക്കുന്നവനാണ്. അൽ മുജ്തനിബു ലിൽ മആസി വസയ്യിആതി, മോശമായതിനെയും തെറ്റുകളെയും ഉപേക്ഷിക്കുന്നവനാണ്. അൽ മുജ്തനിബ്, ഉപേക്ഷിക്കുന്നവനാണ്, ലിൽ മആസി, തെറ്റുകളെ, വസയ്യിആതി, മോശമായവയെയും. പിന്നെ വൽ മുഅ്രിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാതി വശഹവാതി. വൽ മുഅ്രിദു, പിന്തിരിയുന്നവനാണ്, അനിൽ ഇൻഹിമാക്കി, മുഴുകുന്നതിനെ തൊട്ട്. ഇൻഹിമാക്ക് എന്ന് പറഞ്ഞാൽ മുഴുകൽ. വൽ മുഅ്രിദു അനിൽ ഇൻഹിമാക്കി, മുഴുകുന്നതിനെ തൊട്ട് പിന്തിരിയുന്നവനാണ്. എന്തിൽ മുഴുകുന്നതിനെ തൊട്ട്? ഫിൽ ലദ്ദാതി വശഹവാതി, രസങ്ങളിലും വികാരങ്ങളും. ലദ്ദത്തും ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ രസങ്ങൾ, ഷഹവത്തിനും ഷഹവ എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ. വികാരങ്ങളിലും രസങ്ങളിലൊക്കെ മുഴുകുന്നതിനെ തൊട്ട് പിന്തിരിയുന്നവനുമാണ്. അപ്പൊ ഇതാണ് ആര്? വലിയ എന്ന് പറഞ്ഞാൽ. ഇനി അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമില്ല,
അവർക്ക് ദുഃഖിക്കുന്നതില്ല. അവർ അള്ളാഹുവിനെ സദാസമയം തഖ്വയുള്ളവരാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്ന് മറ്റുള്ള ആയത്ത്. സൂറത്ത് യൂനിസിലെ 62-63 ആയത്ത്. ഇനി കറാമത്ത് ഒരു വലിയിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്താണെന്നല്ല. ളുഹൂറുൽ കറാമത്തി, കറാമത്ത് വെളിവാകൽ അലായദിഹി, വലിയിന്റെ കയ്യിലൂടെ കറാമത്ത് വെളിവാകൽ ഇക്റാമുല്ലഹു മിൻ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്നുള്ളൊരു ഇക്റാമാണ്, ആദരിക്കലാണ്. ഇക്റാം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കൽ അല്ലെങ്കിൽ ആദരിക്കൽ. ഇഷാറത്തുൻ, സൂചനയാണ് ഖബൂലിഹി ഇൻദഹു, തൻ്റെ അടുത്ത് സ്വീകാര്യതയുണ്ട് എന്നതിന്, ഖുർബിഹി, സാമീപ്യമുണ്ട് എന്നതിനെ കുറിച്ചുമുള്ള സൂചനയാണ്. ഇഷാറത്തുൻ, സൂചനയാണ് ഈ ഖബൂലിഹി, ആ വലിയനെ സ്വീകരിച്ചിട്ടുണ്ട്, ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുത്തിൽ, ഖുർബിഹി, അദ്ദേഹം തൻ്റെ അടുപ്പക്കാരനാണ് എന്നതിൻ്റെ, അടുപ്പമുള്ളതാണ് എന്നതിൻ്റെ മേലുമുള്ള സൂചനയാണ്. വഹിയ, ഈ കറാമത്ത് കൽ മുഅ്ജിസത്തിൽ നബി, പ്രവാചകനുള്ള ഒരു മുഅ്ജിസത്ത് പോലെയാണ്. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് എങ്ങനെയാണോ അതുപോലെയാണ് വലിയനെന്ത് കറാമത്ത്. അല്ലത് എങ്ങനത്തെ പ്രവാചകൻ, യകൂന മിൻ ഉമ്മത്തിഹി ദാലിക്കൽ വലിയു, ആ പ്രവാചകന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെയാകും ആരും ആ വലിയം ഉണ്ടാവുക. ഓരോ പ്രവാചകന്മാരുടെയും ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് പിന്നെ അതിൻ്റെ താഴെ വരുന്ന ആളുകൾ ആരുണ്ടാവില്ല, വലിയങ്ങൾ ഉണ്ടാവുക. കാരണം ഇതിൽ വലിയുലായക്കൂന വലിയൻ ഹത്തായക്കൂന മുഖറം ബിരിസാലത്ത് റസൂലിഹി മുദഇനലി അവാമിലിഹി ഖായത്തലാൻ. ഒരു വലിയാവണമെങ്കിൽ എന്താവണം, ആ വലിയന്റെ ഏത് സമൂഹത്തിലാണ്, ഏത് വലിയന്റെ സമൂഹം, ആ സമൂഹത്തിൽ വന്ന പ്രവാചകനെ അംഗീകരിക്കുന്ന ആളാവണം, ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് ആളാവണം. ഇപ്പൊ നമ്മളെ സമൂഹത്തിലേക്കുള്ള വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മത്തിന്റെ മുഹമ്മദ് നബി ആണ് നമ്മുടെ പ്രവാചകൻ. അപ്പോൾ ആ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നവരായിരിക്കും ആര്, വലിയങ്ങൾ. ഇനിയിപ്പോൾ ഈസാ നബിന്റെ കാലത്തുള്ള ഒരു വലിയാണെങ്കിൽ ഈസാ നബി കൊണ്ടുവന്ന ശരീഅത്ത് അംഗീകരിക്കുന്ന, ഈസാ നബിനെ അംഗീകരിക്കുന്ന വലിയായിരിക്കും. ഇബ്രാഹിം നബിന്റെ കാലത്താണെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോന്നും. അപ്പോൾ മുഖറും റിസാലത്ത് റസൂലിയ, പ്രവാചകന്റെ റിസാലത്തിനെ സമ്മതിക്കുന്നവനും അംഗീകരിക്കുന്നവനും ആകണം. ഇതിൽ വലിയ, ഈ കാരണം വലിയലായക്കൂന, വലിയൻ അവൻ വലിയാവുകയില്ല, ഹത്തായക്കൂന വലിയാകുന്നതുവരെ, മുഖറിൻ അംഗീകരിക്കുന്നവനാകുന്നതുവരെ, ബിരിസാലത്ത് റസൂലിഹി തന്റെ പ്രവാചകന്റെ റിസാലത്ത് കൊണ്ട്, മുദഇനൻ സമ്മതിക്കുന്നവനുമാവുന്നതുവരെ അല്ലാതെ, ഈ അവാമിരിഹി ആ പ്രവാചകന്റെ കൽപ്പനകൾക്ക് ഗായത്തിൽ ആനി അങ്ങേയറ്റത്തെ അംഗീകരിക്കൽ, അങ്ങേയറ്റത്തെ അംഗീകരിക്കൽ, സമ്മതിക്കൽ. അപ്പോൾ പ്രവാചകന്റെ ആ സന്ദേശങ്ങളെ, റിസാലത്തിനെ, അതുപോലെ കൽപ്പനകളൊക്കെ അംഗീകരിക്കുന്ന സമ്മതിക്കുന്ന ആൾ ആവുന്നത് വരെ ഒരു വലിയ എന്താവുകയില്ല, വലിയാവുകയില്ല. വലോ വിദ്ദ അൽ ഇസ്തിഖ്ലാല ബിനഫ്സി, വലോ വിദ്ദ ആ പ്രവാചകൻ ആ വലിയ വാദിച്ചാൽ, അൽ ഇസ്തിഖ്ലാല ബിനഫ്സി സ്വന്തത്തിനെ കൊണ്ട് സ്വതന്ത്രമാവലിനെ, സ്വന്തം ശരീരം കൊണ്ട് സ്വതന്ത്രമാവലിനെ വാദിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ ഒരു പ്രവാചകന്റെ സമൂഹത്തിൽപ്പെട്ടതല്ല, ഞാൻ സ്വന്തമായിട്ട് ഒരാളാണ് എന്ന് ഒരു വലിയ വാദിച്ചാൽ, ഓരോ ഇതാ വലിയ വാദിച്ചാൽ, അൽ ഇസ്തിഖ്ലാല ബിനഫ്സി ശരീരം കൊണ്ട് സ്വതന്ത്രമാവലിനെ വാദിച്ചാൽ, വലം യുത്താബി റസൂലുഹു തന്റെ റസൂലിനെ പിന്തുടരുകയും ചെയ്തില്ല, വലം യുത്താബി പിന്തുടരുന്നില്ല, റസൂലു തന്റെ പ്രവാചകനെ പിന്തുടരുകയും ചെയ്തില്ല എങ്കിൽ, ലം തൽഹർ അലാ യദിഹിൽ കറാമത്തു, അപ്പോൾ ആ വലിയന്റെ കരങ്ങളിലൂടെ എന്ത് പ്രകടമാവുകയില്ല, കറാമത്ത് പ്രകടമാവുകയില്ല. വലം വലിയ റഹ്മാനായ അള്ളാഹുവിനുള്ള വലിയാവുകയുമില്ല, വലിയാവുകയില്ല, വലിയ റഹ്മാനായ അള്ളാഹുവിന്റെ വലിയാവുകയില്ല. അവർ പ്രവാചകന്റെ താഴെ വരുന്ന ആളാവണം, പ്രവാചകൻ അംഗീകരിക്കുന്ന, നബി അംഗീകരിക്കുന്ന ആളാവണം, സ്വന്തമായിട്ട് സ്വതന്ത്രമാവുന്ന ഇതിന് വാദിക്കാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ വലിയല്ല, ബല്യക്കൂന് അതോ വല്ലഹു വലിയല്ലി ഷെയ്ത്വാനി, മറിച്ച് അള്ളാഹുവിന്റെ ശത്രുവും ഷെയ്ത്വാന്റെ സഹായിയുമായിരിക്കും. ഇവിടെ വലിയ എന്നാല് സഹായി എന്നർത്ഥം, വലിയ എന്നാല് സഹായി. വൈസമായഹീന ഇതിലാലും, അങ്ങനെ പറയപ്പെടുന്ന സ്വതന്ത്രമായിട്ട് വാദിക്കുന്ന ആളെ അങ്ങനെ വാദിക്കുന്ന ഇതിലാൽ എന്നാണ് പറയാം. അപ്പൊ അതിന് കറാമത്ത് എന്നല്ല ഇതിലാൽ എന്ന പേരിലാണ് അറിയപ്പെടുക. കൗലുഹു തആല, അതിലേക്ക് അള്ളാഹുവിന്റെ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഖിതാബ് അലി നബീന അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങളെ ഖിതാബ് ചെയ്തുകൊണ്ട്, നമ്മുടെ നബിയായ മുഹമ്മദ് നബിയെ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള അള്ളാഹുവിന്റെ വാക്ക് അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഖിതാബ് എന്നാണ് അഭിസംബോധനം. ഫി ഹഖ് അഖ്വാമിൻ, ചില കൗമുകളുടെ ഹക്കിൽ, അല്ലെങ്കിൽ ചില കൗമുകളുടെ കാര്യത്തിൽ, ജഅമു അവർ വാദിച്ചു, അന്നഹും യുഹിബ്ബൂന അല്ലാഹ, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്നു എന്ന് വാദിച്ച ഒരു കൗമിന്റെ ഹക്കിൽ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ, ഫി ഹക്കി അഖ്വാമിൻ എന്ന
ചില കൗമുകളുടെ കാര്യത്തിൽ എന്നർത്ഥം. ഫിഹക്കി അക്വാമിൻ, ചില കൗമുകളുടെ കാര്യത്തിൽ അവർ വാദിച്ചു അന്നഹും യുഹിബ്ബൂന അല്ലാഹ്, തീർച്ചയായിട്ടും അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വാദിച്ച ഒരു കൗമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്തുണ്ട്. എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ അത്തിഉല്ലാഹ വറസൂല ഫഇൻ തവല്ലു ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഖുൽ നബി അങ്ങ് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, അപ്പോൾ നിങ്ങൾ എന്നെ പിന്തുടരുക. യുഹിബ്ബുകുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഫത്തബിഊനി, അപ്പോൾ നിങ്ങൾ എന്നെ പിന്തുടരുക. ഫത്തബിഊനി എന്നാൽ നിങ്ങൾ എന്നെ പിന്തുടരുക. യുഹിബ്ബുകുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകൾ അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു കരുണ ചെയ്യുന്നവനും പുറത്തു തരുന്നവനുമാണ്. ഖുൽ നബി അങ്ങ് പറയുക, അത്തിഉല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും പ്രവാചകനെയും വഴിപ്പെടുക. ഫഇൻ തവല്ലു, അപ്പോൾ അവർ പിന്തിരിഞ്ഞാൽ, ഫഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു തആല ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം, പ്രവാചകനെ വഴിപ്പെടണം. അങ്ങനെ വഴിപ്പെടാതിരുന്നാൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിർ, അല്ലാഹു കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം എന്ന് നിങ്ങൾ അവരോട് പറയുക. എന്ന് പറഞ്ഞാൽ നബിയെ പിന്തുടരുന്ന ആളുകൾ മാത്രമേ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളാവുകയുള്ളൂ, അള്ളാഹുവിൻ്റെ അടിമകളാവുകയുള്ളൂ, അള്ളാഹു പുറത്തു നൽകുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെയും പ്രവാചകൻ അള്ളാഹുവിനെ മാത്രം അനുസരിച്ച പോലെ അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർ കാഫിര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്, അപ്പോൾ അവൻ കാഫറാണ് എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കാത്തവനാണ് എന്നർത്ഥം. ഇനി അടുത്തത് പ്രവാചകന്മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടത് എന്തൊക്കെ, അതുപോലെ അവരുടെ ഒരിക്കലും ഉണ്ടാവാൻ പറ്റാത്തത് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. മാതാ യജബുൽ അംബിയ അലൈഹിസ്സലാം, പ്രവാചകന്മാർക്ക് എന്താണ് നിർബന്ധമാകുന്നത്? മാതാ യജബു, എന്താണ് നിർബന്ധമാകുന്നത്? ലിൽ അംബിയ അലൈഹിസ്സലാം, പ്രവാചകന്മാർക്ക്. ജവാബ്, യജബുൽ അംബിയ അലൈഹിസ്സലാത്തു വസ്സലാം അർബഉ സിഫാത്തിൻ വഹിയ അസ്ദിഖു വൽ അമാനത്തു വത്തബ്ലീഗു വൽ ഫത്വാനത്തു. യജബുൽ അംബിയ അലൈഹിസ്സലാത്തു വസ്സലാം, പ്രവാചകന്മാർക്ക് നിർബന്ധമാണ് അർബഉ സിഫാത്ത്, 4 സിഫത്തുകൾ. വഹിയ, അത് ഏതൊക്കെയാണ്? അസ്ദിഖു, സത്യസന്ധത എന്ന് പറഞ്ഞാൽ സത്യം പറയൽ മാത്രം ഉണ്ടാവണം, സത്യം പറയൽ നിർബന്ധമായിട്ടുണ്ടാകണം. വൽ അമാനത്തു, വിശ്വസ്തത, കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് വിശ്വസനീയമായിട്ട് ചെയ്യുന്ന വിശ്വസ്തതയുണ്ടാവണം. തബ്ലീഗു, എത്തിച്ചു കൊടുക്കൽ. വൽ ഫത്വാനത്തു, ബുദ്ധി കൂർമ്മത. ഫത്വാന എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി, ബുദ്ധി കൂർമ്മത. ഈ 4 സിഫത്തുകൾ നിർബന്ധമായിട്ടും ആരിലുണ്ടായിരിക്കണം? പ്രവാചകന്മാരിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വിശദീകരണമാണ് അടുത്തത് പറയുന്നത്. എന്താണ് സിദ്ഖ്, എന്താണ് അമാനത്ത്, എന്താണ് തബ്ലീഗ്, എന്താണ് ഫത്വാനത്ത് എന്നിവയൊക്കെ. അപ്പോൾ മാന സിദ്ഖ്, സത്യസന്ധത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഫി ഹഖിഹിം, പ്രവാചകന്മാരുടെ ഹക്കിൽ, അതായത് പ്രവാചകന്മാരുടെ കാര്യത്തിൽ. ഫി ഹഖി എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ വിഷയത്തിൽ, പ്രവാചകന്മാരുടെ കാര്യത്തിൽ. സിദ്ഖ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൗനു ഖബരിഹിം മുതാബിഖൻ ലിൽ വാഖി വ നഫ്സിൽ അംരി ഫലാ യസ്റു മിൻഹും കദിബുൻ അസ്ലാ. ഫി ഹഖിഹിം, അവരുടെ ഹക്കിൽ സിദ്ഖ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൗനു ഖബരിഹിം, അവരുടെ ഖബർ ആവലാണ്, അവർ പറയുന്ന ഖബറുകളാവാം. അതായത് അവർ ഇന്നാലിൻ്റെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, മുൻകാലങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പ്രവാചകന്മാർ അവരുടെ നാവുകളിലൂടെ പറയും. അപ്പോൾ അവർ പറയുന്ന ഖബർ ആയിരിക്കലാണ് മുതാബിഖൻ ലിൽ വാഖി, യാഥാർത്ഥ്യത്തിനോട് യോജിച്ചതാവലാണ്. വനഫ്സിൽ അംരി, യാഥാർത്ഥ്യം ഉള്ളതായ കാര്യം എന്നർത്ഥം. നഫ്സിൽ അംർ എന്ന ഉള്ളത്, യാഥാർത്ഥ്യം, കാര്യം. ഫലാ യസ്ദുറു മിൻഹും കദിബുൻ അസ്ല, അപ്പോൾ അവരിൽ നിന്നുണ്ടാവുകയില്ല. ഫലാ യസ്ദുറു മിൻഹും, അപ്പോൾ അവരിൽ നിന്നുണ്ടാവുകയില്ല. കദിബുൻ, കളവ്. അസ്ല, തീരെ തന്നെ. ഫലാ യസ്ദുറു, അപ്പോൾ ഉണ്ടാവുകയില്ല. മിൻഹും, അവരിൽ നിന്ന്. കദിബുൻ, കളവ് പറയൽ. അസ്ലൻ, തീരെ തന്നെ. ഫലാ യസ്ദുറു മിൻഹും കദിബുൻ അസ്ല, അവരിൽ നിന്ന് കളവ് ഒരിക്കലും തന്നെ തീരെ ഉണ്ടാവുകയില്ല. ഇനി മാനൽ അമാനത്തി, വിശ്വസ്തത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അമാനത്ത്. ഫി ഹഖിഹിം, പ്രവാചകന്മാരുടെ ഹക്കിൽ അമാനത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൗനു ലവാഹിരിഹിം വ ബവാത്തിനിഹിം മഹ്ഫൂളത്തൻ മിനൽ വുഖൂഇ ഫീമാ ലാ യർളൽ ഹഖ്ഖു അല്ലദീ ഇസ്തഫാഹും അലാ സായിരിൽ ഖൽഖി. കൗനു ലവാഹിരിഹിം വ ബവാത്തിനിഹിം മഹ്ഫൂളത്തൻ മിനൽ വുഖൂഇ ഫീമാ ലാ യർളൽ ഹഖ്ഖു അല്ലദീ ഇസ്തഫാഹും അലാ സായിരിൽ ഖൽഖി.
കൗലു ദവാഹിരിഹിമ ബവാത്തിന് അവരുടെ പുറം ഭാഗങ്ങളും അവരുടെ ഉൾഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളും പുറവും അവലാണ് മഹ്ഫൂലത്തൻ സംരക്ഷിക്കപ്പെട്ടതാവലാണ് മിനൽ വുഖൂഇ സംഭവിക്കുന്നതിൽ നിന്ന് ഫീമാലയർലൽ ഹഖു അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒന്നിൽ അല്ലത് എങ്ങനത്തെ അള്ളാഹുവാണ് ഇസ്തഫാം അവരെ തിരഞ്ഞെടുത്തു അലാ സായിരിൽ ഖൽഖി മറ്റുള്ള സൃഷ്ടികളെക്കാൾ. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിൽ അവരുടെ ഉള്ളും പുറവും അവരുടെ മനസ്സിന്റെ ഉള്ളിലും അതുപോലെ ശരീരത്തിന്റെ പുറംഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ പുറമെ ചെയ്യുന്നതും അവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാതെ സംഭവിക്കാതിരിക്കലാണ്. എങ്ങനത്തെ അള്ളാഹുവാണ് മറ്റുള്ളവരെക്കാൾ അള്ളാഹു അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ ഉള്ളതാണ് അമാനത്ത്. അമാനത്ത് ബിലിയറി എത്തിച്ചു കൊടുക്കുക എന്നതിന്റെ അർത്ഥം കൗലും അള്ളാഹു പ്രവാചകന്മാർ അവരാണ് ബയ്യനുലിന്നാസ് അവർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കുല്ലമ്മ അമ്രഹും അള്ളാഹു അവരോട് കൽപ്പിച്ച എല്ലാം ബി ബയാനിഹി അതിന് വിശദീകരിക്കൽ കൊണ്ട് കൽപ്പിച്ചു. അസന ബയാനിൻ നല്ല വിശദീകരണം, അങ്ങനെ നല്ല വിശദീകരണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതിനെ അള്ളാഹു അവർക്ക് എത്തിക്കണമെന്ന് വിശദീകരിക്കണമെന്ന് അവരോട് കൽപ്പിച്ചതിന് അവരെ ജനങ്ങൾക്ക് എത്തിക്കലാണ്. പലക്കും എത്തും അവർ മറച്ചു വെച്ചെല്ലാം എന്തായാലും അതിൽ നിന്ന് ഷെയ്അൻ ഒരു വസ്തുവിനെയും. മഅനൽ ഫത്വാനത്തി ബുദ്ധി കൂർമ്മത എന്നതിന്റെ അർത്ഥം കൗനും ആ പ്രവാചകന്മാർ അവരാണ് അക്മലൽ ഖൽഖി സൃഷ്ടികൾ വെച്ച് ഏറ്റവും പരിപൂർണരായവരാണ്. നബാഹത്തി ബുദ്ധിശക്തിയിലും വൽ ഫഹമി മനസ്സിലാക്കുന്നതിലും. നബാഹത്ത് എന്നാൽ ബുദ്ധിശക്തി, ഫഹം എന്നാൽ മനസ്സിലാക്കൽ. അപ്പൊ അതാണ് മഅനൽ ഫത്താനത്തി ബുദ്ധി കൂർമ്മത എന്നതിന്റെ അർത്ഥം കൗനും പ്രവാചകന്മാരാവലാണ്. കൗനും അവരാണ് അവർ എന്ന പ്രവാചകന്മാർ അവരാണ് അക്മലൽ ഖൽഖി സൃഷ്ടികൾ വെച്ച് ഏറ്റവും പരിപൂർണമായവരാണ് അവലാണ്. പിന്നെ ബാഹത്തി ബുദ്ധിശക്തിയിലും വൽ ഫഹ്മി മനസ്സിലാക്കുന്നതിലും. ഇനി അടുത്തത് മാതാസ്തഹീലു അലൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം അംബിയാക്കന്മാരുടെ മേലില് പ്രവാചകന്മാരുടെ മേലില് ഉണ്ടാവൽ അസാധ്യമായത് എന്താകുന്നു? ഇസ്തഹാലിസ്തഹീലു ഉണ്ടാവാൻ പാടില്ലാത്ത, ഉണ്ടാവൽ അസാധ്യമായത്. ജവാബ് യസ്തഹീലു അലൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം അർബഉ സിഫാത്തിൻ വഹിയ അൽ കദിബു വൽ ഇസ്യാനു വൽ കിത്മാനു വൽ ഗഫ്ലത്തു. ഇസ്തഹീലു അപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റുകളാണ്. കദിബ് സിദ്ഖിന്റെ ഓപ്പോസിറ്റ്, ഇസ്യാന് അമാനത്തിന്റെ ഓപ്പോസിറ്റ്, കിത്മാന് തബ്ലീഗിന്റെ ഓപ്പോസിറ്റ്, ഗഫ്ലത്ത് ഫത്വാനത്തിന്റെ ഓപ്പോസിറ്റ്. കദിബ് തന്നെ കളവ്, സിദ്ഖാന സത്യം എന്നായിരുന്നു. ഇസ്യാൻ എന്ന് പറഞ്ഞാൽ അമാനത്തിന്റെ ഓപ്പോസിറ്റ്, അമാനത്ത് വിശ്വസ്തത, ഇസ്യാന് എതിര് ചെയ്യൽ, കിത്മാൻ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കൽ, മേലെന്തായിരുന്നു തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ, ഗഫ്ലത്ത് ഫത്വാനത്തിന്റെ ഓപ്പോസിറ്റ്, ഫത്വാനത്ത് ബുദ്ധി കൂർമ്മത, ഗഫ്ലത്ത് അശ്രദ്ധ. അപ്പോൾ യസ്തഹീലു അലൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം അംബിയാക്കന്മാരുടെ മേൽ അസാധ്യമാണ് അർബഉ സിഫാത്ത് 4 സിഫത്തുകൾ. വഹിയ അതൊക്കെയാണ് അൽ കദിബു കളവ്, വൽ ഇസ്യാനു എതിര് ചെയ്യൽ, വൽ കിത്മാനു മറച്ചുവെക്കൽ, വൽ ഗഫ്ലത്തു അശ്രദ്ധ. കദാലിക യസ്തഹീലു അലൈഹിം അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ മേൽ അസാധ്യമാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കുല്ലു സിഫത്തിന് എല്ലാ വിശേഷണങ്ങളും തുഅദ്ദു ഇൻദന്നാസ് ജനങ്ങളുടെ അടുക്കൽ എണ്ണപ്പെടുന്നു. മിനൽ ഉയൂബി ന്യൂനതകളായിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൊന്നും ഉണ്ടാവാൻ പറ്റാത്തതാണ് കുല്ലു സിഫത്തിന് എല്ലാ വിശേഷണങ്ങളും. തുഅദ്ദു ഇൻദന്നാസ് ജനങ്ങളുടെ മേൽ എണ്ണപ്പെടുന്നു. മിനൽ ഉയൂബി ഐബുകളായിട്ട് അല്ലെങ്കിൽ ന്യൂനതകളായിട്ട്. ഇല്ലം തക്കും മിനൽ ദുനൂബ് അത് തെറ്റുകൾപ്പെട്ടതല്ലെങ്കിലും, ദുനൂബ് എന്ന തെറ്റുകൾ, ഉയൂബ് എന്ന ന്യൂനതകൾ, തെറ്റുകളിൽപ്പെട്ടതല്ലെങ്കിലും ഐബുകളിൽപ്പെട്ടതായിട്ടുള്ള എല്ലാ സിഫത്തുകളും അവരുടെ മേൽ ഉണ്ടാവൽ അസാധ്യമാണ്. ദനാഅത്തിൽ ഹിർഫത്തി താഴ്ന്ന ജോലി പോലെ. ദനാഅത്തുൽ ഹിർഫത്ത് എന്ന താഴ്ന്ന ജോലി, താഴ്ന്നതാവൽ. ദനാഅത്ത് എന്ന താഴ്ന്നതാവൽ. അവൻ നസബി അല്ലെങ്കിൽ തറവാടിത്തം, നസബ് തറവാടിത്തം, താഴ്ന്നതാവൽ. ഔ തുനാഫി ഹിക്മത്തുൽ ബിഅസത്തി അല്ലെങ്കിൽ പ്രവാചകത്വത്തിന്റെ ബിഅസത്തിന്റെ ഈ യുക്തിയോട് എതിരാകുന്ന കാര്യങ്ങൾ. കസ്വമമി ചെവി കേൾക്കാതിരിക്കുക, ബദിരനാവൽ. സമം എന്ന് പറഞ്ഞാൽ ബദിരത, ചെവി കേൾക്കാതിരിക്കുക. വൽ ബക്കമി, ബക്കം ബുക്കം പറഞ്ഞാൽ മൂകത എന്ന് പറഞ്ഞാൽ മിണ്ടാൻ കഴിയാതിരിക്കൽ, മിണ്ടാൻ പറ്റാത്ത അസുഖം ഉണ്ടാവൽ, മിണ്ടാൻ കഴിയാത്ത അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ബിഅസത്തിന്റെ ഹിക്മത്തിനോട് എതിരാകുന്ന ഇത്തരം കാര്യങ്ങളും അവരിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്തതാകുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും വളരെ സിമ്പിളായിട്ട് അർത്ഥം വെച്ച് പഠിച്ച. ഓക്കെ, വർക്കുകളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ തരുന്നുണ്ട്. ഈ ക്ലാസ്സിനല്ല, ഇനി വരുന്ന ക്ലാസ്സുകളിൽ വർക്കുകൾ തരുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.